ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ചേരുവകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മാവ് ചേർക്കുക. മൈദ മാവ്, ഗോതമ്പ് മാവ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മൈദ മാവാണ് 1.5 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശമാവിലും കുറച്ചുകൂടി കട്ടിയിൽ കലക്കിയെടുക്കണം. മൈദ മാവ് കൊണ്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മൈദയുടെ അളവിലും കൂടുതൽ ഫൈബറൊക്കെ അടങ്ങിയ വെജിറ്റബിൾസ് നമ്മളിതിലേക്ക് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കണം. വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഇത് ലൂസാവും, അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ, അതായത് ഒഴുകാത്ത പാകത്തിലായിരിക്കണം. ഇതുപോലെ വിട്ട് പോകുന്ന പാകത്തിൽ കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത റെഡ് കാബേജ് ചേർക്കുക. റെഡ് കാബേജ് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ക്യാൻസറിനെ തടയാനുള്ള കഴിവുണ്ട്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കഴിവുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത 75 ഗ്രാം ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാൻ ക്യാരറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹാർട്ടിന് നല്ലതാണ്. നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിലേക്ക് 50 ഗ്രാം ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ ചേർക്കാം. എല്ലുകളുടെ വളർച്ചയ്ക്ക് പൊട്ടാറ്റോ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞ മല്ലിയിലയാണ്. മല്ലിയിലയും വളരെ നല്ലതാണ്. ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിൽ. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. മുട്ടയിൽ ധാരാളം വിറ്റമിൻ ഡി ഉണ്ട്. പിന്നെ പ്രോട്ടീനും കാൽഷ്യവും ധാരാളമുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെയധികം പോഷക ഗുണങ്ങളുള്ളതാണ്. ഭക്ഷ്യയോഗ്യമായ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഇൻഗ്രീഡിയൻസും ഇതിൽ ധാരാളമുണ്ട്. ക്യാൻസറിനെ തടയാൻ കഴിവുള്ള ഫുഡ് മെറ്റീരിയൽസും ഈ ബാറ്ററിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. റെഡ് കാബേജ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ ഒരേപോലെ വരത്തക്ക വിധം ഒന്ന് പരത്തി കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഗീ വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നമുക്ക് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ഭംഗിയില്ലേ ഈ പാൻ കേക്ക് കാണാനായിട്ട്? നല്ല കളർഫുള്ളാണ്, വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. ഇത് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി കൂടുതൽ ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്താൽ മതിയാകും. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച 3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉണ്ടാക്കിയ പാൻ കേക്കാണ്. 1.5 കപ്പ് പൊടി കൊണ്ട് 4 പാൻ കേക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾക്ക് ഇത് ഒരെണ്ണം തന്നെ അധികമാണ്. നമുക്ക് ഡിന്നറിനും ഇത് തന്നെ കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണിത്. വെയിറ്റ് ലോസിനും ഡയബറ്റീസ് കുറയാനും കൊളസ്ട്രോൾ കുറയാനും എല്ലാത്തിനും നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.